കേദാർനാഥിൽ നിന്നും ഗുപ്തകാശിയിലേക്ക് പോയ ഹെലികോപ്റ്റർ തകർന്നു വീണ് പൈലറ്റ് ഉൾപ്പെടെ 7 പേരെ കാണാനില്ല. 5 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ദാരുണമായ വാർത്തയാണെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അനുശോചിച്ചു. SDRFും പ്രാദേശിക ഭരണകൂടവും രക്ഷാപ്രവർത്തനം നടത്തുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, എപ്പോഴായിരുന്നു ഈ ഒരു ദാരുണമായ സംഭവം? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ക്ഷേത്രത്തിൽ നിന്നും ഗുപ്തകാശിയിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ആര്യൻ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയുടെ ഹെലികോപ്റ്ററാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ 7 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. യാത്രക്കാരിൽ 7 പേർ മരണപ്പെട്ടിരിക്കുന്നു. പൈലറ്റ് ഉണ്ട്. ഇത് കൂടാതെ ഒരു കൊച്ചുകുട്ടിയും ഈ മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ അപകടത്തിന്റെ കാരണം മോശം കാലാവസ്ഥയാകാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ പറ്റിയുള്ള ഒരു വിശദീകരണം ഇപ്പോൾ സർക്കാരോ അല്ലെങ്കിൽ ഈ ആര്യൻ ഏവിയേഷൻ കമ്പനിയോ നൽകുന്നില്ല. പക്ഷേ ശക്തമായ മഞ്ഞുവീഴ്ചയും അതുപോലെ തന്നെ മൂടൽ മഞ്ഞും അവിടെ രൂക്ഷമായിരുന്നു. പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ ഇന്നലെ അർദ്ധരാത്രിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ മോശം കാലാവസ്ഥ തന്നെയാകാം ഒരുപക്ഷെ അപകടത്തിൽ ഈ ഹെലികോപ്റ്ററിനെ എത്തിച്ചത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മറ്റൊരു ഹെലികോപ്റ്റർ സമാനമായ രീതിയിൽ ക്രാഷ് ലാൻഡിംഗ് നടത്തിയെങ്കിലും അന്ന് ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന തീർത്ഥാടകർ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ ഒരു അപകടത്തിൽ 7 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചു. സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു വലിയ ദുരന്തത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ദുരന്തമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുമുള്ള സമഗ്രമായ ഒരു അന്വേഷണം, പ്രാഥമിക വിലയിരുത്തൽ മോശം കാലാവസ്ഥയാണ് എന്ന ഒരു റിപ്പോർട്ടാണ്, വിലയിരുത്തലാണ്. എങ്കിലും സമഗ്രമായ ഒരു അന്വേഷണത്തിന് തന്നെയായിരിക്കും സാധ്യത, അല്ലേ? KP, ഇത് സ്വകാര്യ ഹെലികോപ്റ്റർ ഏജൻസികളാണ് ഈ തീർത്ഥാടനം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ തീർത്ഥാടകരുമായി പറക്കുന്നത്. ഇതെല്ലാം ചോപ്പറുകളാണ്. മുൻപും ഈ സ്ഥലങ്ങളിൽ ഹെലികോപ്റ്റർ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഹെലികോപ്റ്ററുകൾ അപകടത്തിൽപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ മുൻകാലഘട്ടങ്ങളിലും ഉയർന്നിട്ടുണ്ട്. ഏതാനും ആഴ്ച മുമ്പ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഹെലികോപ്റ്റർ സമാനമായ രീതിയിൽ പെട്ടെന്ന് ലാൻഡ് ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. അതും അപകടത്തിൽ പെട്ടുകൊണ്ടാണ് ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. ഇത്തരം സംഭവങ്ങൾ മുൻപും ഈ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന്, വളരെ പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണിത്. കാരണം ഈ ഉത്തരാഖണ്ഡ് പ്രത്യേകിച്ച് നമുക്കറിയാം, കുന്നുകളും മലകളും ഹിമാലയത്തിന്റെ ഭാഗത്ത് വരുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്, അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ. അതിനാൽ ഇത്തരം സംസ്ഥാനങ്ങളിലൂടെ ഹെലികോപ്റ്റർ മാർഗമുള്ള യാത്രകൾ പലപ്പോഴും ദുഷ്കരമാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുന്ന ദിവസങ്ങളാണെങ്കിൽ നിലവിൽ മഞ്ഞുവീഴ്ചയും ഈ തണുപ്പും രൂക്ഷമായ സംസ്ഥാനങ്ങളാണ്, ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളായതിനാൽ അവിടെ പൊതുവെ അത്തരം ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. അതിന്റെ കൂടെ മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും മൂടൽമഞ്ഞ് സമാനതകളില്ലാത്ത കൂടും. അങ്ങനെ വരുമ്പോൾ ഹെലികോപ്റ്ററുകൾ ഈ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ മുൻപും ഈ സ്ഥലങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർത്ഥാടകരുമായി പോയ പല ഹെലികോപ്റ്ററുകൾ മുൻകാലഘട്ടങ്ങളിൽ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. കേദാർനാഥിൽ നിന്നും ഗുപ്തകാശിയിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. പൈലറ്റ് ഉൾപ്പെടെ 7 പേർ മരിച്ചു എന്ന സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത്.